ഹായ് ഹലോ നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു പ്ലാനും പരിപാടിയും പണിയില്ലാതെ പോസ്റ്റ് അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്ന ഞാൻ. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ ബുക്ക് ശ്രദ്ധിക്കുന്നത്, 13 Reasons Why. പേഴ്സണലി ഞാൻ ആ ബുക്കിൻ്റെ വലിയൊരു ഫാനൊന്നുമല്ലെങ്കിലും ആ സീരീസിൻ്റെ വളരെ വലിയൊരു ഫാനാണ്. സോ ആ ബുക്കിൽ നെറ്റ്ഫ്ലിക്സ് അഡാപ്റ്റേഷൻ്റെ കുറച്ച് ഫോട്ടോസും ബിഹൈൻഡ് സീൻസ് കണ്ടൻറ്റും ഒക്കെ ഉണ്ട്. ഞാൻ ചെറുതായിട്ട് ആ ബുക്ക് ഒന്ന് തുറന്ന് നോക്കി, ആ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് നേരെ ഭിത്തിയിലോട്ട് നോക്കി. വീടിൻ്റെ ഭിത്തി കുറച്ച് ഭാഗം ഞാൻ അലപ്പാക്കി വെച്ചേക്കുമായിരുന്നു. സോ ഞാൻ നമ്മുടെ ബുക്കിൻ്റെ റൈറ്ററായ ജെ ആഷറിൻ്റെ പിക്ക് വേണ്ടി ഭിത്തിയിലൊട്ടിച്ചു. കുറച്ചലമ്പായിപ്പോയി, ഒരു മിനിറ്റ്, അത് കുറച്ചലമ്പായിപ്പോയി. അതുകൊണ്ട് ഞാൻ സൈഡിലായിട്ട് ഡാമിനെയും അതുപോലെ തന്നെ കാതറിൻ ലാക്ഫോണിനെയും കൂടെ ഒട്ടിച്ചു. അത് കുറേ കൂടെ അലമ്പായതുകൊണ്ട് സൈഡിലായിട്ട് താഴെയായിട്ട് വേറെ കുറച്ച് ഫോട്ടോസ് കൂടെ ഞാൻ ഒട്ടിച്ചു. ഈ അവസ്ഥയാക്കി. അവിടെ കൊണ്ട് തീർന്നില്ല. എന്നിട്ടും എന്തോ ഒരു വൃത്തിയോട് വന്നുകൊണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചു. അതിനൊരു കാരണമുണ്ട്, ഒരു സെക്കൻഡ്. ഈ ഫോട്ടോസിനെല്ലാം 2 സൈഡുണ്ട്. സോ ഒരു സൈഡ് വെറുതെ ഭിത്തിയിലൊട്ടിച്ച് കഴിഞ്ഞാൽ മറ്റേ സൈഡ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് വേറൊരു ഐഡിയ കിട്ടിയത്. അതായത് ഇവിടെ ഒരു പോളറോയിഡ് സെറ്റപ്പിൽ കുറച്ച് ഫോട്ടോസ് നോക്കിയാണ്. ഇതിൻ്റെ പഴയ ഗ്രീൻ സ്ക്രീനാണ്. ഇപ്പോൾ ഇവിടെ ലൈറ്റ് ആ ജനൽ വഴി അപ്പുറത്തടിക്കാതിരിക്കാൻ യൂസ് ചെയ്യുന്നു. ഞാനത് കുളവാക്കി. അങ്ങനെ ആ പ്ലാനൊരു പ്ലാനായിട്ട് തന്നെ എടുത്ത് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു സിനിമയ്ക്ക് പോയി. ജാനമൻ നല്ല സിനിമയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തപ്പുറത്ത് ഉത്സവം നടക്കായിരുന്നു. സോ അവിടേക്ക് വന്നിട്ട് ഇറങ്ങി നടന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ എക്സാം റിസൾട്ട് വരുന്നു. ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചു. തോക്കും വിചാരിച്ചിട്ട് ലാസ്റ്റ് എങ്ങനെയോ ജയിച്ചു. എന്തായാലും അതിന് സന്തോഷത്തിന് ഞാനും ഫ്രണ്ട്സ് എല്ലാം കൂടെ കുട്ടനാട് വരെ പോകുന്നത് തീരുമാനിച്ചു. പക്ഷേ ഞാനൊരാൾ കാരണം അത് കറങ്ങി തിരിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള മുട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നിന്നു. സോ ഞാൻ പറഞ്ഞു തന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് അവസാനം എന്തൊക്കെയോ സംഭവിച്ച് എവിടേക്കോ ചെന്ന് നീക്കുകയാണ്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ വീഡിയോസ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്നൊക്കെ കുറച്ച് സജഷൻസൊക്കെ ഫ്രണ്ട്സ് ചെയ്തു. അതെല്ലാം വെച്ചിട്ട് അടുത്ത വീഡിയോ പോലെ സെറ്റാക്കണം. സോ Walking down the way that I found, in the ulagam naan sutta vendum, faces with smiles all around, in the vahanam naan paakka vendum, I'll run free into the sea, world and me, don't even know what I will find. Let me go passing by, let me go come back in time, let me be who I am, all through this time. Let me go passing by, let me go come back in time, walk in the dark, barefoot in the night. റെഡി പെർഫെക്റ്റ്. ഓക്കെ എടാ ഇവൻ ഗൈസ് എൻ്റെ ക്യാമറമാനാണ് ഗൈസ്, ഫുൾ ടൈം എൻ്റെ പുറകെ നടക്കും. ഹലോ ലോക്കർമാരുടെ ബൈ. നാശം പിടിക്കാൻ ഇപ്പൊ സ്റ്റോറി എന്നെ അടിക്കല്ലേ? ഞാൻ ഇങ്ങനെ അടുത്ത് എന്ത് സ്റ്റോറി ഇടാറില്ല.
ലുക്കടാ തിരിഞ്ഞേ. രണ്ടുപേരും ഒരേപോലെ ഇരിയാണ്. 3, 2, 1.